ഓം നമോ വിരാട് വിശ്വബ്രഹ്മണ്യ നമഃ. എല്ലാവർക്കും നമസ്തേ. ഞാൻ ഷിജു ആചാരി പവനൂർ. ഹൃദ്യമായ ഒരു ശുഭദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. വിശ്വബ്രഹ്മ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 മാസത്തോളമായി നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ പ്രയാണം മുന്നോട്ട് പോയിരിക്കുകയാണ്. ഒരു പാരമ്പര്യ പഠന സഹായ ചാനലാണ്. ഈ ചാനൽ മാക്സിമം എല്ലാവരും പ്രൊമോട്ട് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. വിശ്വകർമ്മ സനാതന ധർമ്മ പാരമ്പര്യത്തിലേക്ക്, അതിൻ്റെ ഗുണത്തിലേക്ക് എല്ലാവരെയും എത്തിക്കുക എന്നുള്ളതാണ് വിശ്വബ്രഹ്മ സമൂഹമഠത്തിൻ്റെ ലക്ഷ്യം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇനി ഇന്നത്തെ വിഷയം നവദ്വാരം. ബ്രഹ്മാണ്ടത്തിൻ്റെ ജീവപ്രതീകമായിരിക്കുന്ന ഒരു മനുഷ്യന് നവദ്വാരങ്ങൾ ഉണ്ട്. ആ നവദ്വാരങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, 2 ചെവിട്, 2 കണ്ണുകൾ, അതേപോലെ തന്നെ 2 നാസാദ്വാരങ്ങൾ, അപ്പോൾ 6 പിന്നീടുള്ളത് ഒരു വായ, ഒരു മലദ്വാര നാളി, അതുപോലെ തന്നെ ഒരു മൂത്രനാളി. അങ്ങനെ 9 ദ്വാരങ്ങളാണ് ഒരു മനുഷ്യ ശരീരത്തിന് ഉള്ളത്. ഈ 9 ദ്വാരങ്ങൾ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് പരമാത്മാവ് അല്ലെങ്കിൽ പരംപിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഈ പ്രകൃതിയുമായിട്ടുള്ള ഗുണാത്മകമായ സംസർഗത്തിന് വേണ്ടിയിട്ടും പ്രകൃതിയിൽ നിന്നുള്ള ഊർജങ്ങൾ നമ്മുടെ ആത്മാവിന് സഗുണമായിട്ട് ഉപയോഗിക്കുവാനും വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ വാസ്തുശാസ്ത്ര സനാതന ധർമ്മത്തിൽ നമ്മളുടെ ഒരു നിർമ്മിതിക്കും ഇത്തരത്തിൽ 9 ദ്വാരങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ അടുക്കളപ്പുരയ്ക്ക് വേണം എന്നുള്ളതാണ്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ടത് പ്രധാന ദ്വാരമാണ്. പ്രധാന ദ്വാരം എന്ന് പറയുന്നത് നമ്മളെ വാതിൽ കട്ടില, അല്ലേ? അപ്പോൾ വാതിൽ കട്ടില നമ്മളെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ദ്വാരം. ഒരു ഗൃഹത്തിലേക്ക് നമ്മൾ പ്രധാന വാതിൽ എന്നൊക്കെ പറയും, അല്ലേ? ആ പ്രധാന വാതിലാണ് ഒന്നാമതായിട്ട് വേണ്ടത്. രണ്ടാമതായിട്ട് വേണ്ടത് അതിൻ്റെ പ്രതിദ്വാരം. അതായത് മുന്നിലോട്ട് കയറി കഴിഞ്ഞാൽ കിഴക്ക് നിന്ന് പ്രധാന ദ്വാരത്തിലൂടെ അകത്ത് കയറിയാൽ അകത്ത് നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു പ്രതിദ്വാരവും ആവശ്യമാണ്. അങ്ങനെ പ്രതിദ്വാരം ആവശ്യമുള്ളതാണ്. അപ്പോൾ 2 ദ്വാരങ്ങൾ വേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തതായിട്ട്, അതായത് 2 ദ്വാരങ്ങൾ പറഞ്ഞു. ഇനി മൂന്നാമത്തതായിട്ട് വേണ്ട ദ്വാരം എന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചത്തിന്, അതായത് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചം നമ്മുടെ ഗൃഹത്തിലേക്ക് പതിക്കുവാൻ വേണ്ടിയിട്ട് 2 ദ്വാരങ്ങൾ വളരെ പ്രധാന. 2 ദ്വാരങ്ങൾ മതി എന്നല്ല, 2 ദ്വാരങ്ങളെങ്കിലും വേണം എന്നുള്ളതാണ്. അപ്പോൾ വെളിച്ചത്തിന് വേണ്ടി 2 ദ്വാരങ്ങൾ നമുക്ക് വേണം. അപ്പോൾ 4 ഇനി നമുക്ക് വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ട് 2 ദ്വാരങ്ങൾ ആവശ്യമുണ്ട്. ആ 2 ദ്വാരങ്ങൾ വായു സഞ്ചാരത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ 6. ഇനി 2 ദ്വാരങ്ങൾ ഗൃഹത്തിൽ നിന്നുള്ള, അടുപ്പിൽ നിന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗൃഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് പുകകൾ, അതായത് ഗന്ധങ്ങൾ പോകാൻ വേണ്ടി 2 ദ്വാരങ്ങൾ ആവശ്യമാണ്. അപ്പോൾ 8. ഇനി 9ാമത്തെ ദ്വാരം എന്ന് പറയുന്നത് ഓവാണ്. അതായത് തറയിൽ നിന്നും പുറത്തേക്ക് ജലം ചലിക്കുവാനുള്ള ഓവ് സമ്പ്രദായവും കൂടി നമ്മുടെ ഗൃഹങ്ങളിൽ, പഴയകാല ഗൃഹങ്ങളിലൊക്കെ നിങ്ങൾ കാണാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സമ്പ്രദായങ്ങൾ കൂടി നമ്മുടെ ഗൃഹത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ്. അപ്പം നവദ്വാരങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് ഒരു ഗൃഹം പൂർണ്ണമായ വിക്ഷേപണ കർത്തവ്യം നടത്തൂ എന്നുള്ളതാണ് പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ നമ്മുടെ സനാതന ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയത എന്നുകൂടി നമുക്ക് ഒന്ന് പരിശോധിക്കാം. നവദ്വാരങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ വെളിച്ചത്തിനെ അകത്തോട്ട് കയറ്റിക്കൊണ്ട്
പ്രാണ ഊർജവും അതേപോലെ തന്നെ വായുവിനെ അകത്തോട്ട് കയറ്റിക്കൊണ്ട് ജീവ ഊർജവും നമുക്ക് കിട്ടുന്നു. അതേപോലെ തന്നെ പ്രധാന ദ്വാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന സൂത്ര ഊർജമാണ്, അതായത് ബ്രഹ്മസൂത്രത്തിലൂടെ കിട്ടുന്ന ബ്രഹ്മസൂത്ര ഊർജവും ദ്വാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് നെഗറ്റീവ് എനർജി പുറത്തു തള്ളാനുള്ള മാർഗവുമാണ്. അത് ഒരു പക്ഷേ ബ്രഹ്മസൂത്രത്തിൻ്റെ അവസാനമായിരിക്കാം, അല്ലെങ്കിൽ യമസൂത്രത്തിൻ്റെ അവസാനമായിട്ടോ നമുക്ക് അതിനെ കാണാവുന്നതാണ്. അങ്ങനെ ഉള്ള ഒരു ഊർജ സംക്ഷേപണം ഈ 4 രീതിയിലും 3 രീതിയിലും നടക്കുന്നു. പിന്നീടുള്ള ഓവും അതേപോലെ തന്നെ നമ്മുടെ ഒരു ഗൃഹത്തിൽ ഒരുപാട് വിസർജ്യങ്ങളുണ്ടാകും. വിസർജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കപ്പെടാത്തതുമായ ഒരുപാട് സാധനങ്ങൾ, അതുപോലെ ഭക്ഷണ സംസ്കരണ കേന്ദ്രങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഉള്ള പുറന്തള്ളലിന് കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം എല്ലാ ഗൃഹങ്ങളിലും ഉണ്ടായിരുന്നു. പഴയ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ അടുക്കളപ്പുരയായിട്ട് തന്നെ നമ്മൾ പ്രത്യേകം അതിനെ കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം കൂടി ഒരു ഏകശാല സംവിധാനമാണ്. എന്നിരുന്നാലും ആ ഒരു സംവിധാനത്തിനും കൃത്യമായിട്ടുള്ള ഈ നവദ്വാര ദർശനം ഒരു വാസ്തു ആചാര്യന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഗൃഹം ഊർജ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാവുകയും ആ സന്തുലിതാവസ്ഥ കൊണ്ട് ആ ഗൃഹത്തിൽ താമസിക്കുന്നവർക്ക് ഗുണപ്രദങ്ങളായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമഃ.